ഹലോ, ഞാൻ വന്നിരിക്കുന്നത് റേഷൻ അരി വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ചോറുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ചോറിന് വേണ്ടിയിട്ട് ചെമ്മീനും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഈ ചെമ്മീനും ഈ റേഷൻ അരിയും വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെമ്മീൻ ചോറ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി എടുക്കുക. അപ്പോൾ 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, റേഷൻ അരി. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള വെള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ അതിന് ശേഷം ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാ ഓയിലോ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചെയ്യാട്ടോ. അതേപോലെ ഈ ഒരു ചെമ്മീൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും വെളിച്ചെണ്ണയിൽ നിന്നും ഈ ഒരു ചെമ്മീൻ മുഴുവനായിട്ട് തന്നെ മാറ്റാം. ചെമ്മീൻ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു കൂട് വെളുത്തുള്ളിയുടെ പകുതി ഭാഗവും അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് ഇവിടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റോളം ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. അതിൻ്റെ ഇടയ്ക്കൊന്ന് നമ്മൾ ഇതൊന്ന് തുറന്ന് അടച്ച് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മറന്നു പോകരുത്, അല്ലെങ്കിൽ ഉള്ളി അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളി നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നവർ ഈ ഒരളവിൽ 1.5 തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ 1 തക്കാളി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വാടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സോഫ്റ്റായി വാടി വരണം, അല്ലെങ്കിൽ ചോറിൽ ഇങ്ങനെ വേറിട്ട് കിടക്കും. അപ്പോൾ അതില്ലാതാകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് തന്നെ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അതല്ല നിങ്ങൾ കപ്പളവിന് എടുക്കുന്നെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. അപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 പച്ചമുളകും ഞാൻ നെടുകെ കീറിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം വെക്കുക. അപ്പോൾ 15 മിനിറ്റിന് ശേഷം തുറന്നെടുത്താണിത്. അപ്പോൾ ഇത് ഏകദേശം ഒരു മുക്കാലോളം വേവായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടുള്ള പച്ചമുളകൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അല്ലിയില്ലേ, അത് ചോറിലോട്ടായിട്ട് രണ്ടാമത് മിക്സ് ആകണ്ട. അപ്പം കൂടുതൽ എരിവായിപ്പോൾ. അപ്പോൾ അതിനുമാണ് ഞാനതെടുത്തൊന്ന് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കുഴപ്പമില്ലെങ്കിൽ അതിൽ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഫുള്ളായിട്ട് വെന്തിട്ടില്ല, മുക്കാൽ ഭാഗമേ വെന്തിട്ടുള്ളൂ.
ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചോറിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് ഞാൻ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റായിരുന്നു വെള്ളമൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യാനും അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്